നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം. അയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളെക്കുറിച്ച് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. നോക്കാം. ഫസ്റ്റ് കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യണം, നിങ്ങളോടൊപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ബിക്കോസ് 7 ഓഫ് പെൻറ്റക്കിൾസ് അയാൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ അയാൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് നേരത്തെ കൊളാബറേഷൻ ടീം വർക്ക് ഉണ്ടായിരുന്ന ആളായിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ അയാൾക്കതിന് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്നയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പം ഓഫ് കോഴ്സ് അയാൾക്ക് നിങ്ങളോട് കടുത്ത സ്നേഹമാണ്, പ്രണയമാണ്, സെക്ഷ്വാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സിൻ്റെ കാർഡ് ലവ് എന്നതിനെക്കുറിച്ചും സെക്ഷ്വാലിറ്റി എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങളോട് കടുത്ത ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് പറയുന്നത് അയാൾക്ക് നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ വ്യക്തിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ പെയിൻഫുള്ളാക്കി പോയതുപോലെ തന്നെ ഇപ്പോൾ ഈ നിമിഷം അയാളും കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ കർമ്മ അവസാനിച്ചു, നിങ്ങൾ ഹീലിംഗ് ഒക്കെ ആയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ഇയാളുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇയാൾ കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് ഇപ്പോൾ അയാളുള്ളത്. അടുത്ത 7 ഓഫ് കപ്സ് ആണ്. ഈ പറഞ്ഞ ആൾ ചിലപ്പോൾ ഈ നിമിഷം നിങ്ങളോടുള്ള കടുത്ത വേദന ഉണ്ടെങ്കിലും അതിനകത്ത് മറ്റ് പല ഘടകങ്ങളും കൂടെ വ്യാപിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു കാരണമായിരുന്നിരിക്കാം. 2 ഫിനാൻഷ്യലി അയാൾ ഭയങ്കര സ്ട്രഗിൾഡ് ആയിരുന്നിരിക്കാം. ഈ 2 കാരണങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പോകാനുള്ളൊരു കാരണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ സാഹചര്യത്തിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നതിനേക്കാൾ ഈ റിലേഷൻഷിപ്പ് നശിക്കാൻ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആകാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത്. ഒന്ന് ഹീറോഫിൻ്റെ, ഒന്ന് മറ്റുള്ളവർ അംഗീകരിക്കാത്തൊരു ബന്ധമായിരുന്നിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഫിനാൻഷ്യലി അയാൾ വളരെയധികം കൺജസ്റ്റഡ് ആയിരുന്നിരുന്നൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ടെമ്പറൻസ്. അയാളൊരു കോംപ്രമൈസ് ചെയ്യണം, ബാലൻസിലേക്ക് വരണമെന്നൊക്കെ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ ആക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അത് ഓർത്തിട്ട് ഭയങ്കരമായി കടുത്ത മാനസിക സമ്മർദ്ദം അയാൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് സ്വോർഡ്സ്. 7 ഓഫ് വാൺസ്. നെഗറ്റീവ് ചിന്തകളാണ് ഇപ്പോൾ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത്. കാരണം നെഗറ്റീവ് ചിന്ത മീൻസ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തയാണ് വരുന്നത്. കാരണം അയാൾക്ക് ഈ റീയൂണിയൻ ആവശ്യമാണ്, ഫാമിലി റീയൂണിയൻ ആവശ്യമാണ്. പക്ഷേ അത് സാധിക്കുന്നില്ല. പക്ഷേ അയാൾ വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.